ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് യോനയുടെ പ്രസംഗം എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. മത്തായി സുവിശേഷം 12-ാം അധ്യായം 41-ാം വാക്യം. നിനവേർക്കാർ ന്യായവിധിയിൽ ഈ തലമുറയോട് കൂടെ എഴുന്നേറ്റ് അതിനെ കുറ്റം വിധിക്കും, കാരണം അവർ യോനയുടെ പ്രസംഗത്തിൽ മാനസാന്തരപ്പെട്ടു. തീർച്ചയായും യോനയേക്കാൾ വലിയവൻ ഇവിടെയുണ്ട്. ആ ദിവസങ്ങളിൽ ആത്മാക്കളെ നേടുന്ന കാര്യത്തിൽ യോനയെപ്പോലെ ആരുമില്ലായിരുന്നു. ഒരൊറ്റ പ്രസംഗം കൊണ്ട് യോന മുഴുവൻ നിനിവേ നഗരത്തെ മാനസാന്തരത്തിലേക്ക് നയിച്ചു. അവരുടെ അനുതാപം സാധാരണമായിരുന്നില്ല. ബൈബിൾ പറയുന്നു, മനുഷ്യനോ മൃഗമോ കന്നുകാലിയോ ആടോ ഒന്നും രുചിക്കരുത്, അവ തിന്നുകയോ വെള്ളം കുടിക്കുകയോ ചെയ്യരുത്. എന്നാൽ മനുഷ്യനും മൃഗവും രട്ടുടുത്ത് ദൈവത്തോട് ഉച്ചത്തിൽ നിലവിളിക്കട്ടെ. അതെ, എല്ലാവരും അവനവന്റെ ദുഷ്ടവഴിയിൽ നിന്നും അവന്റെ കയ്യിലുള്ള അക്രമത്തിൽ നിന്നും പിന്തിരിയട്ടെ. പത്രോസിന്റെ പ്രസംഗത്തിൽ 3500 ആളുകൾ രക്ഷിക്കപ്പെട്ടു. എന്നാൽ യോനയുടെ പ്രസംഗത്തിൽ 1,20,000-ത്തിലധികം പേർ രക്ഷിക്കപ്പെട്ടു. എത്ര ശക്തമായ ഒരു സന്ദേശമായിരിക്കണം അത്! എന്നിരുന്നാലും അവരുടെ അനുതാപത്തിൽ യോന സന്തോഷിച്ചില്ല. പകരം 40 ദിവസത്തിനുള്ളിൽ നിനവെ നശിപ്പിക്കപ്പെടും എന്ന തന്റെ പ്രവചനം നടക്കാത്തതിൽ അവൻ ദുഃഖിച്ചു. ആളുകൾ തന്നെ ഒരു കള്ളപ്രവാചകൻ എന്ന് വിളിച്ചേക്കുമെന്ന് ഭയപ്പെട്ടു. 20-ാം നൂറ്റാണ്ടിലെ ദൈവപുരുഷനായ സ്മിത്ത് വിഗിൽസ്വർത്ത് യേശുവിന്റെ ശക്തിയിൽ നിരവധി അത്ഭുതങ്ങൾ ചെയ്തു. 23 പേരെ അദ്ദേഹം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു. ഒരിക്കൽ ഒരു യുവാവ് അദ്ദേഹത്തോട് ചോദിച്ചു, "സാർ, നിങ്ങൾ ഇത്രയധികം അത്ഭുതങ്ങൾ ചെയ്തതിനാൽ സ്വർഗം തീർച്ചയായും നിങ്ങളെ വളരെയധികം ബഹുമാനിക്കണമല്ലേ?" വിഗിൽസ്വർത്ത് താഴ്മയോട് മറുപടി പറഞ്ഞു, "അത്ഭുതങ്ങൾക്ക് സ്വർഗം എന്നെ ബഹുമാനിക്കില്ല, കാരണം അവ ചെയ്തത് യേശുക്രിസ്തുവാണ്. ഞാൻ നേടിയ ആത്മാക്കൾക്ക് സ്വർഗം എന്നെ ബഹുമാനിക്കും." സ്വർഗത്തിൽ നാം ദൈവമുൻപാകെ നിൽക്കുമ്പോൾ എത്ര ഭൂതങ്ങളെ പുറത്താക്കി, എത്ര രോഗികളെ സുഖപ്പെടുത്തി, എത്ര മുടന്തർ നടന്നു എന്നവൻ ചോദിക്കില്ല. പകരം അവൻ ചോദിക്കും, നിങ്ങൾ എത്ര ആത്മാക്കളെ നേടി? നിങ്ങളുടെ ജീവിതത്തിലൂടെ എത്ര പേർ ക്രിസ്തുവിനെ കണ്ടു? നിങ്ങളുടെ മാതൃകയിൽ നിന്ന് എത്ര പേർക്ക് പ്രചോദനം ലഭിച്ചു? നിങ്ങളുടെ ജീവിതം മറ്റുള്ളവരോട് സംസാരിച്ചോ? നീ ദൈവഹിതം ചെയ്തോ? യോനയ്ക്ക് അനുസരണക്കേട് കാണിച്ചതിന് കരുണ ലഭിച്ചു. പക്ഷേ നിനവയ്ക്കും അതേ കരുണ ലഭിക്കണമെന്ന് അവൻ ആഗ്രഹിച്ചില്ല. ഒരു നഗരം നശിപ്പിക്കുക എന്നത് എളുപ്പമാണ്. ദുഷ്ടന്മാരെ തീ കൊണ്ട് ദഹിപ്പിക്കുക എളുപ്പമാണ്. ഒരു രാത്രിയിൽ ഒരു പുഴുവിനെ ഉപയോഗിച്ച് ഒരു ചെടി കർത്താവ് നശിപ്പിച്ചു. ലോകത്തെ മുഴുവൻ ആവണക്ക് ശക്തി ഉപയോഗിച്ച് തുടച്ചു നീക്കാൻ അനുവദിച്ചാലും അവന് ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്നാൽ ഒരു പാപിയെ നീതിമാനാക്കി മാറ്റുക എന്നതാണ് എല്ലാത്തിലും വലിയ അത്ഭുതം. നിനവേലെ ജനങ്ങൾ കണ്ണുനീരോട് അനുതാപിച്ചപ്പോൾ കർത്താവിന് അവരോട് കരുണ തോന്നി. പ്രിയ ദൈവമക്കളെ, നിങ്ങൾക്ക് ആത്മാക്കൾക്കായി ഒരു ഭാരമുണ്ടോ? നിങ്ങൾ ചെയ്തതുപോലെ മറ്റുള്ളവർക്കും കരുണ ലഭിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അതിനായി പ്രവർത്തിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിലുള്ള വാക്യം യോന 4-ാം അധ്യായം 2-ാം വാക്യം. നീ കൃപയും കരുണയും ഉള്ള ദൈവമാണെന്നും കോപത്തിന് താമസവും മഹാദയമുള്ളവനാണെന്നും ദോഷം ചെയ്യുന്നതിൽ നിന്ന് അനുതപിക്കുന്നവനാണെന്നും എനിക്കറിയാം. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ മീക 4-5 അധ്യായങ്ങൾ, വൈകുന്നേരം വെളിപ്പാട് 12-ാം അധ്യായം. ആമേൻ.